മൂലം, പൂരാടം, ഉത്രാടം ആദ്യ ഭാഗം ഈ നക്ഷത്രങ്ങളാണ് ധനുക്കൂറിൽ വരുന്നത്. കാര്യം ഇവർക്ക് 3-ൽ ശനി മാറി ശനി 4-ലേക്ക് എത്തി കണ്ടശനിയുടെ ഭാഗമായിട്ട് മാറുകയാണ് ഇവർ. ഇതൊക്കെയാണെങ്കിലും കണ്ടശനിയുടെ ദോഷമുണ്ടെങ്കിലും വ്യാഴം അടുത്ത മാസത്തോടെ അനുകൂലമാകുന്നു എന്ന് പറയുന്നത് ഇവർക്ക് ഏറെ സഹായകമാണ്. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളിലെല്ലാം ശിഥിലമാകുമെങ്കിൽ പോലും അതെല്ലാം മേക്കപ്പ് ചെയ്ത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കും. ഇവർക്ക് ശ്രീപരമേശ്വരനെ കൂടുതലായിട്ട് ധ്യാനിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും ഏറെ സഹായകമാണ്. പിന്നെ അവതാര വിഷ്ണുവിനെ സേവിക്കുക, കൃഷ്ണനെ, രാമനെ തുടങ്ങിയുള്ള അവതാര വിഷ്ണുവിനെ സേവിക്കുക, ഇതൊക്കെ ഇവർക്ക് സഹായകമാകും. ഇവർക്ക് പൊതുവെ ഈ കണ്ടശനി വീട്ടിലെ സുഖം കുറയ്ക്കും എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവർക്കും സ്വദേശം വിട്ട് എന്നാൽ അധികം ദൂരത്തല്ലാതെ മാറി താമസിക്കുന്നതൊക്കെ പലപ്പോഴും സഹായകമാകാറുണ്ട്. അതിന് അവർ ശ്രമിക്കുന്നത് ഇപ്പോൾ സ്വദേശം വിട്ട് അടുത്ത സംസ്ഥാനത്തിലേക്കോ മറ്റോ ജോലി കാര്യങ്ങളൊക്കെ പോകുന്നത് വളരെ നന്നായിരിക്കും. ഇവർക്ക് ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ചൊവ്വ സംബന്ധമായിട്ട് ദേവീ സംബന്ധമായിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത് ഏറെ നന്നായിരിക്കും. ഭദ്രകാളി ദേവിക്ക് വഴിപാടുകൾ ചെയ്യുക, അവിടെ കടുംപായസം നിവേദിക്കുക, അവിടെ ഗുരുതി വഴിപാടുകൾ നടത്തുക, ഇതൊക്കെ ഏറെ സഹായകമാകും. ഭദ്രകാളിക്ക് നിറമാല, പൂമൂടൽ ഇതൊക്കെ ചെയ്യുന്നതും അതേപോലെ ചുറ്റുവിളക്ക് ഇതൊക്കെ ചെയ്യുന്നതും വളരെ നന്നായിരിക്കും.